ഹലോ കൂട്ടുകാരെ, ടാബി എംബ്ലൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹാൻഡ് മെയ്ഡ് ലൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതായത് നമുക്ക് ബ്ലൗസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫ്രോക്ക്, നമുക്ക് കൊളുത്തിടാൻ എന്ത് ഹുക്ക് വേണമെങ്കിലും നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ കൈയൊക്കെ നമുക്ക് മെറ്റൽസിൻ്റെ ഒക്കെ മേടിക്കാൻ കിട്ടും. അല്ലാത്ത പക്ഷം നമ്മുടെ സാധാ നൂലും സൂചി ഉപയോഗിച്ച് എങ്ങനെയാണ് ലൂപ്പ് തയ്യാറാക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. മിക്കവർക്കും അറിയായിരിക്കും, എങ്കിലും പുതുതായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എത്ര വേണം, നമുക്കൊരു ഈ കൊളുത്തിടാൻ വേണ്ടിയിട്ട് എന്തൊരു പോർഷനിലാണ് നമുക്ക് ഈ ലൂപ്പ് വേണ്ടതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു മാർക്കിങ് മതി. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡ്രസ്സിൻ്റെ അതേ കളറുള്ള നൂലെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറൊരു കളറ്, ഒരു ബ്ലൂ കളറ്, ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. പക്ഷേ ഞാൻ എടുക്കുന്ന നൂലൊരു ബ്ലൂ കളറാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഈ നൂല് ഞാൻ ഡബിൾ നൂല് കോർക്കുക ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ സിംഗിൾ ലെയറായിട്ട് നമ്മൾ കോർക്കുമ്പോൾ നമുക്കത് തയ്ക്കാനായിട്ട് നമ്മൾ കെട്ടിയിട്ട് നമുക്ക് 2 നൂലായിട്ട് കിട്ടും. ഡബിൾ നൂല് കോർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ 4 നൂല് കിട്ടും. 4 നൂല് കിട്ടുമ്പോഴത്തേക്കും നമുക്കത് നല്ല ബലമായിരിക്കും. നമ്മളതൊക്കെ തയ്ച്ച് കഴിയുമ്പം നമ്മുടെ ഈ ഒരു ലൂപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാതെയൊക്കെ നല്ല ബലത്തിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡബിൾ നൂല് നമ്മൾ കോർത്തെടുക്കുക, അതിന് ശേഷം കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അടിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തിയെടുക്കും. അടിയിൽ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു, അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കും. വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ താഴത്തെ അറ്റത്തുനിന്ന് വീണ്ടും ഇങ്ങനെ അടിയിൽ കൂടെ ഒന്ന് കുത്തിയെടുക്കും. ഇങ്ങനെ ഒരു 2-3 തവണ കുത്തിയെടുക്കണം. ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ 2-3 തവണ കോർത്തെടുക്കുമ്പോൾ നമുക്ക് അതിന് നല്ല ബലം കിട്ടുക. ഇങ്ങനെ 2-3 തവണയൊന്ന് കോർത്തെടുക്കുക. മൂന്ന് തവണയൊക്കെ മതിയാവും, അതിൽ കൂടുതൽ വേണ്ട. 3 തവണ നമുക്കിങ്ങനെ കോർത്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിങ് എന്നൊക്കെ പറയുമല്ലോ, അതാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ 2-3 തവണ ഇത്രയും, അപ്പോൾ നമുക്ക് ഇത്രയും കട്ടിക്ക് നൂല് കിട്ടും. ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ വലിഞ്ഞു പോവരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം. ഒത്തിരി മുറുക്കൊന്നും ചെയ്യരുത്, ഒത്തിരി ലൂസായിട്ടും ചെയ്യാനായിട്ട് പാടില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ നൂല് ഇങ്ങനെ വെക്കുക. ഈ നൂല് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ സൂചിയുടെ ഈ ബാക്ക് പോർഷൻ ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റുക. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്, ഇതല്ലാതെ വേറെ മെത്തേഡിലും ചെയ്യുന്നവരുണ്ടായിരിക്കും. എനിക്കിതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ, അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ വരുമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങ് വലിച്ചെടുക്കുമ്പോൾ ഇത് ഈ അറ്റത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പയ്യൊന്ന് സൈഡിലേക്കൊന്ന് വലിച്ച് ഇങ്ങനെ കൊടുക്കുക. മനസ്സിലായോ? വീണ്ടും അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മളൊരു സി പോലെയൊക്കെ ഈ നൂലിങ്ങനെ ആക്കുക. സി പോലെ, അതായത് നമ്മൾ ഇവിടെയാണ് ആ വരയിട്ടതും നൂല് 2-3 തവണ കോർത്തെടുത്തേക്കുന്നൊക്കെ ഈ പോർഷനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മുടെ ഈ നൂല് ഇങ്ങനെ സി പോലെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ നൂലിൻ്റെ ബാക്ക് സൈഡ് ഈ സൂചിയുടെ ബാക്ക് സൈഡ് നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുന്നത്. ഇങ്ങനെ. അപ്പോൾ അടിയിലേക്ക് തയ്യൽ പോകുന്നില്ല കേട്ടോ, ഈ നൂലിൽ മാത്രം. അടിയിലേക്ക് തയ്യൽ പോകുന്നില്ല. ഇത് നമുക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, അടിയിലേക്ക് തയ്യൽ പോകുന്നേ ഇല്ല. ഈ നൂലിൻ്റെ അടിയിലേ ഉള്ളൂ, അല്ലാതെ ഈ മെറ്റീരിയലിൻ്റെ അടിയിലേക്ക് പോകത്തില്ല കേട്ടോ, തയ്യൽ പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടെ എടുക്കുന്നത്, ഈ സൂചിയുടെ ബാക്ക് സൈഡ് എടുക്കുന്നത്. ഇങ്ങനെ ഈ നൂലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ നൂലിൻ്റെ അകത്തു തന്നെ വലിച്ചെടുക്കുക. എന്നിട്ട് വലിക്കുമ്പോൾ നമ്മളിതാ ഈ സൈഡിലേക്ക് ചേർത്ത് വലിക്കണം. ഇങ്ങനെ വീണ്ടും സി പോലെ ആക്കുക. അതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുക്കുക. ഇങ്ങനെ വലിച്ച് വരുമ്പോൾ നമുക്ക് കാണാം, ആ ഒരു ചെയിൻ പോലെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഈ അറ്റം വരെ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്, നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മേലെ കൂടെ ഓവർലാപ്പ് ചെയ്ത് പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
കണ്ടോ ആ ഒരു ഷേപ്പിന് വരുന്നത് കണ്ടോ? നിങ്ങൾക്ക് കാണാമോ? ഇതാ ആ ഒരു ഷേപ്പിൽ വരുന്നത് കണ്ടോ? വീണ്ടും പുറകോട്ട് സി പോലെ ആക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സൂചിയുടെ അടിഭാഗം ഞാൻ വലിച്ചെടുക്കും. ഞാൻ വളരെ സ്ലോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതാ ഇങ്ങനെ ഈ സ്റ്റിച്ച് വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമുക്കൊന്നും കൂടെ എടുക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ. ഇങ്ങനെ സി പോലെ ഒന്നും കൂടെ ലാസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചിട്ട് സി പോലെ എടുക്കുന്നു. എൻ്റെ ഉള്ളിൽ കൂടെ സൂചിയുടെ ബാക്ക് വശം കയറ്റി ഇത്രയും മതിയാവും. അപ്പം ഈ മേളത്തെ അറ്റം തൊട്ട് താഴത്തെ അറ്റം വരെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് താഴേക്കൊന്നും പോയിട്ടില്ല. ഇതുണ്ടോ, താഴേക്ക് സ്റ്റിച്ച് ആയിട്ടില്ല. ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ, താഴേക്കൊന്നും സ്റ്റിച്ച് പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ആ നൂലിനെ നമ്മൾ ആദ്യം 3-4 നൂല് ഇങ്ങനെ കോർത്തെടുത്തല്ലോ, ആ നൂലിനെ ഫുള്ള് നമ്മൾ ഇതാ ഈ സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സൂചി നമ്മൾ താഴേക്ക് കുത്തി ഇറക്കുക. ഓക്കെ, എൻ്റെ അടിഭാഗത്തേക്ക് നമ്മളിത് കുത്തി ഇറക്കും. എന്നിട്ട് താഴെ ഇത് വലിഞ്ഞു പോകാനോ, അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഒറ്റ തുണിയിൽ കോർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വലിഞ്ഞൊക്കെ പോകുന്നുണ്ട്. പക്ഷേ വലിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്, നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. 1-2 തവണ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്നിട്ട് എൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, നോർമലി കെട്ടിട്ട് കൊടുക്കുന്ന പോലെ, എന്ത് തയ്ച്ച് നിർത്തുന്ന പോലെ ഒന്ന് കെട്ടിട്ട് തയ്ച്ച് നിർത്തിക്കൊള്ളുക. ബാക്ക് സൈഡിൽ ഞങ്ങൾക്കൊന്ന് കെട്ടിട്ട് തയ്ച്ച് നിർത്താം. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ സ്റ്റിച്ച് വന്നിരിക്കുന്നത് കണ്ടോ? നിങ്ങൾക്ക് കാണാമോ? സ്റ്റിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഒരു കൊളുത്ത് നമുക്ക് നന്നായിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ. ഒരു കൊളുത്ത് നിന്നിട്ടുണ്ട്, കൊളുത്ത് ലൂസായി പോകത്തൊന്നുമില്ല, അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, നന്നായിട്ട് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് കൊളുത്ത് ഇടാനായിട്ട് പറ്റും. കൊളുത്ത് ഇടുന്നതും കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലാവരും കെട്ടിടുമ്പോൾ, ചിലവർക്കൊക്കെ നന്നായിട്ട് എന്നെക്കാൾ നിന്നിട്ട് കെട്ടിടുന്നവർ കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലവർക്ക് കെട്ടിടുമ്പോൾ ഒരു വാലായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ കെട്ടിടാൻ അറിയില്ലാത്തവർ കണ്ടിട്ടുണ്ട്. ചിലവരിങ്ങനെ നമ്മൾ സാധാരണ വേറെ എന്തെങ്കിലുമൊക്കെ കെട്ടിടുന്ന പോലെ ഇങ്ങനെ അകത്തൂടെ വലിച്ച് അങ്ങനെയൊക്കെ കെട്ടിടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ നമ്മൾ നൂലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റുക, പയ്യെ ഇവിടെ നിന്ന് ഈ നൂലൊന്ന് പിരിച്ചിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ കെട്ടായി. ഇവിടെ ഇങ്ങനെ വലിച്ചാൽ മതി, കെട്ടായി. അപ്പം നമുക്കിതാ ഇവിടെ ഈ ഇത്രയായ സ്ഥിതിക്ക് നമുക്കൊന്ന് ഈ കൊളുത്തും കൂടെ നമുക്ക് തയ്ച്ച് കൊടുത്തേക്കാം. കൊളുത്ത് തയ്ക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ കൊളുത്ത് തയ്ക്കാനും നമ്മൾ ഇങ്ങനെ ഡബിൾ നൂല് കോർക്കുന്നതാണ് നല്ലത്. പിന്നെ കൊളുത്ത് തയ്ക്കണം എവിടെയാണോ അതിൻ്റെ നേരെ തന്നെ നമ്മൾ ലൂപ്പും തയ്ക്കാൻ വേണ്ടിയിട്ട് ഓർക്കണം കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഒരു 3 സ്റ്റിച്ചെങ്കിലും ഓരോ ഭാഗത്തും നമ്മൾ ഇട്ട് കൊടുക്കണം, എന്നാലേ ആ കൊളുത്ത് അവിടെ നന്നായിട്ട് മുറുകിയിരിക്കുകയുള്ളൂ. കൊളുത്തൊക്കെ ഇടാൻ പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ നമ്മൾ ബ്ലൗസൊക്കെ തയ്ക്കും, ബ്ലൗസിൻ്റെ പടി തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹുക്ക് കൈയും കൂടെ ആ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാറുണ്ട്. ഒരു വി പോലെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, വി പോലെ തയ്ച്ച് ഇപ്പം നമ്മളങ്ങനെ വി പോലെ തയ്ച്ച് പോകാറുണ്ട്. അപ്പോൾ ബ്ലൗസിനൊന്നും ഇപ്പോൾ സാധാരണ അങ്ങനെ ഈ ലൂപ്പ് ഹാൻഡ് മെയ്ഡ് ലൂപ്പ് കൊടുക്കാറില്ല. പിന്നെ കുട്ടികളുടെയൊക്കെ ചിലവർക്ക് ഈ മെറ്റൽ യൂസ് ചെയ്യുന്ന അലർജി ഉള്ളവർ, അല്ലെങ്കിൽ മെറ്റൽ വേണ്ട എന്നുള്ളവർ, പിന്നെ ചിലവർ പറയാറുണ്ട് ബ്ലൗസിന് ഈ വി ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൂസായി പോവും, അല്ലെങ്കിൽ അത് കട്ടായി പോവും. അങ്ങനെയൊക്കെ ചിലവർ ഡിമാൻഡ് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഈ ഒരു ലൂപ്പ് കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെയുള്ള കേസിലൊക്കെയാണ് കൂടുതലും. പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ ലൂപ്പ് കൊടുക്കണേ കേട്ടോ. അല്ലാത്ത കേസിൽ ഇതിപ്പം ഒരു കെട്ടുമായിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത ലൂപ്പ് കറക്റ്റായോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം അല്ലേ. കൊളുത്തതാ കണ്ടോ, ലൂപ്പായിട്ടുണ്ട്. കൊളുത്ത് വൃത്തിയായിട്ട് അതിൽ വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ അതങ്ങനെ പോകത്തില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ചെടുക്കുക.
ഓക്കെ. അപ്പോൾ അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.